താങ്കളെ കാണുന്ന ഓരോ നിമിഷം എൻ്റെ മനസ്സിൽ വരുന്ന ചമയത്തിലെ കഥാപാത്രമാണ്. ഒരിക്കലും മനസ്സിൽ നിന്ന് മായുകയില്ല ആ കഥാപാത്രം. നാടകക്കാരനും കൂടിയാണ് കഥാപാത്രം. അത് ശരിക്കും ആ ഒരു കഥാപാത്രത്തിൻ്റെ ഓരോ മുഹൂർത്തവും പിന്നെ മനോജ് കെ ജയനോട് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും ഇത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് അറിയാമോ, ഞാൻ ഒരു തട്ടകത്തിൽ തന്നെ എൻ്റെ ജീവൻ പോകണം എന്നാണ് എന്തൊക്കെ പറയുന്നത്. ശരിക്കും താങ്കളുടെ മനസ്സിൽ ഇത് തന്നെയാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോവും. എങ്ങനെയായിരുന്നു ഭരതനുമായിട്ടുള്ള ആ ഒരു കഥാപാത്രത്തിൻ്റെ വളർച്ച? താങ്കളുടെ മനസ്സിലൂടെ അത് വളർന്നത് എങ്ങനെയാണ് ആശാന്? എൻ്റെ ഒരു അപ്രോച്ച് എന്ന് പറയുന്ന മാക്സിമം ഡെഡിക്കേഷനാണ് കഥാപാത്രത്തിലേക്ക്. അപ്പോൾ ആ സമയം ദേഷ്യമൊക്കെ വരും ഭയങ്കരമായിട്ട് ദേഷ്യം. കാരണം നമ്മൾ എനിക്ക് പലരും പറയുന്നത് അങ്ങനല്ല, അതിനൊരു ഒരു മാക്സിമം നന്നാക്കാൻ എങ്ങനെ പറ്റുമോ അതിനുള്ള പരിശ്രമമാണ് ആ സമയത്ത്. അപ്പോൾ ഒരു ചെറിയ ശബ്ദം വന്നാൽ പോലും ഞാൻ ഇറിറ്റേഷൻ വരും. ഭരതേട്ടനുമായിട്ടുള്ള നല്ല ബന്ധമായിരുന്നു എനിക്ക്. മാത്രമല്ല എനിക്ക് വളരെ ബഹുമാനമുള്ളൊരു ഡയറക്ടറാണ് പുള്ളി. കലയുടെ വിവിധ മേഖലകൾ അദ്ദേഹത്തിന് തിട്ടമായിരുന്നു. ചിത്രകല, ഇപ്പം കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അമരം എന്ന് പറയുന്ന പടത്തിനകത്ത് വെറും ഈ സാധാരണ തുണിയാണ് നീല, അത് പക്ഷേ ആ പടം കാണുമ്പോൾ ശില്പകല, സംഗീതം, പിന്നെ ചിത്രം, ഇതെല്ലാം വശമുണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഓർക്കുന്നൊരു സംഗതി എന്ന് പറഞ്ഞാൽ വെങ്കലം എന്ന സിനിമയ്ക്ക് ഞാനൊരു ശില്പിയൊന്നും അങ്ങനെ എനിക്കറിയില്ല. അപ്പോൾ പുള്ളി പറയും ഈ ശില്പികൾ സാധാരണ കണ്ണുകൊണ്ട് അവർ കാണുന്നുണ്ടെങ്കിലും അവർ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് വിരൽ കൊണ്ടാണ്. ഇപ്പം ഒരു ശില്പം ഒരാളുടെ കയ്യിൽ ഇങ്ങനെ തടവി കഴിഞ്ഞാൽ ഒരു ഫ്ലോ പോലെ അവരത് കൈകൊണ്ട് ഫീൽ ചെയ്യും. അപ്പം അങ്ങനെ ഫീൽ ചെയ്യണം എന്ന് പറയുമായിരുന്നു. ഫസ്റ്റ് നൈറ്റുമായിട്ട് വേറെ തരത്തിനെ ബന്ധം കണക്ട് ചെയ്യുന്നുണ്ട്. വേറെ അയാളുടെ വൈഫിൻ്റെ സ്ട്രക്ചർ അയാളെ അതുണ്ട്. പിന്നെ ശരിക്കും താങ്കളുടെ മനസ്സിൽ ആ കഥാപാത്രത്തിനെ എങ്ങനെ വളർത്തണം അത് തന്നെയായിരിക്കും ഒരു പക്ഷേ ഭരതൻ സാർ പറഞ്ഞു തന്നിട്ടുണ്ടാവുക അല്ലെ. ഒരു ഈ കഥാപാത്രത്തിന്റെ ഒരു എലുക ലോഹിയും ഭരതനോട് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് പിന്നെ നമ്മുടേതായ ഒരു വർക്കപ്പ് ഉണ്ട് ഇതിനകത്ത്. ഒരു അത് വളരെ ഇന്റേണലായിട്ട് നടക്കുന്ന ഒരു സംഭവമാണ്. ഒരു തോട്ട് പ്രോസസ് ഉണ്ടാവുക. അത് എത്രയാ അതിന് സമയം മുഴുവൻ സമയം അതിൻ്റെ ചിന്തകളിലായിരിക്കും. ഒരു കഥാപാത്രം കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ മനസ്സിൽ ഇത് തന്നെയാവും. അങ്ങനെയാണോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അതിൻ്റെ അതങ്ങനെ ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സംഗതിയല്ല. ഇപ്പോൾ ആദ്യത്തെ 1-2 ദിവസങ്ങളിൽ എല്ലാ കഥാപാത്രത്തിനും ബാധകമല്ല. ഇപ്പം മുരളി എന്നുള്ള ഞാൻ നാളെ ശിവശങ്കരൻ എന്നോ തോമസ് കുട്ടി എന്നുള്ള പേരിട്ടിട്ട് യാതൊരു വ്യത്യാസമില്ല ഇതുപോലെ നടക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടൊരു വേഷമാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വ്യത്യസ്തമായ ഒരു ശരീരഭാഷ ആവശ്യപ്പെടുന്ന ഒരു ചിത്രം. അതല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് ഉള്ള ഒരു കണ്ടന്റ് അതാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അതുപോലെ കോമ്പിനേഷൻസ്, പിന്നെ ഇത് വാചകങ്ങൾ വായിക്കുമ്പോൾ അതിൻ്റെ മോഡുലേഷൻ, ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കും. അപ്പോൾ പുള്ളി എന്നോട് പറയുമായിരുന്നു ഈ അഗണി ആൻഡ് എക്സ്റ്റസി എന്നൊരു പുസ്തകമാണ്. അഗണി ആൻഡ് എക്സ്റ്റസി നോവൽ. അപ്പോൾ ഈ അഗണി ആൻഡ് എക്സ്റ്റസി ഒരു കലാകാരൻ്റെ ജീവൻ തന്നെയാണ്. അഗണി എന്ന് പറയുന്നതിൻ്റെ ക്രിയേഷൻ സമയത്തുള്ള പെയിനാണ്. അതിൻ്റെ വളരെ ബുദ്ധിമുട്ടാണ്. അതിപ്പോൾ ആക്ടർക്കായാലും ആർക്കായാലും യൂനോ. എക്സ്റ്റസി എന്ന് പറഞ്ഞാൽ ഉന്മാദത്തിൻ്റെ അങ്ങേ അറ്റമാണ്. അത് ഒരു വളരെ വിജയത്തിലെത്തുന്ന ഒരു കലാകാരനുണ്ടാകുന്ന സംഗതിയാണ് ഈ ഉന്മാദം. പക്ഷെ അത് കൂടുതൽ നിൽക്കില്ല, അവൻ വീണ്ടും താഴെ വീഴും. കാരണം എന്താണ്, അവൻ അടുത്ത് ചെയ്യണം. ഈ ഒന്നിൻ്റെ മുകളിൽ ഇരിക്കാൻ പറ്റില്ലല്ലോ. ഇതിനേക്കാളും മെച്ചമായ ഒന്ന് ചെയ്യണം. അത് ശില്പിക്കാനും ആർക്കായാലും ഉണ്ടാകും. അപ്പോൾ ഇതിൻ്റെ നൈരന്തര്യമാണ് ഈ കലാകാരൻ്റെ ജീവിതം എന്ന് പറയുന്നത്. ഇത് അനുഭവിക്കുന്നുണ്ടോ താങ്കളുടെ? ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല ഇന്റർവ്യൂവിലും പറയുന്ന ഒരു സംഗതി, സിനിമാ നടൻ എന്നുള്ള നിലയിൽ എൻ്റെ ഒരു അപ്രോച്ച് വരരുചിയെ പോലെയാണെന്നാണ് ഞാൻ പറയാറുള്ളത്. മക്കളുണ്ടാവുന്നു, അതവിടെ ഉപേക്ഷിക്കുന്നു, പിന്നെ അത് പിന്നെ അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല നമ്മൾ. അപ്പോൾ ഞാൻ ഇതുവരെ ഇത്ര സിനിമ അഭിനയിച്ചു, ഏതാ കഥാപാത്രം, അതിനെക്കുറിച്ച് ആലോചിക്കാറിയില്ല.